ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിക്സഡ് ഷീറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിലെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന പാർട്ടാണ്. ആദ്യം നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ ലൈഫും ബാക്ക്ഗ്രൗണ്ടും നോക്കാം. 384 BC മുതൽ 322 BC വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പ്ലാറ്റോ എന്ന ഫിലോസഫറിൻ്റെ അറിയപ്പെടുന്ന ഡിസൈപ്പിളാണ് അരിസ്റ്റോട്ടിൽ. ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ ട്യൂട്ടറാണ് നമ്മുടെ അരിസ്റ്റോട്ടിലെ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ റിലേഷൻ ഉള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ റൈറ്റിങ്സ് നോക്കാം. അദ്ദേഹം 6 ക്രിട്ടിക്കൽ ട്രീറ്റീസ് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഉള്ളത്. അതിലൊന്നാമത്തെ പോയറ്റിക്സ്, രണ്ടാമത്തെ റെട്ടറിക്. പോയറ്റിക്സ് ആർട്ട് ഓഫ് പോയട്രി ഡീൽ ചെയ്യും, അതുപോലെ റെട്ടറിക് ആർട്ട് ഓഫ് സ്പീക്കിംഗ് ഡീൽ ചെയ്യും. ഇതിൽ പോയറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അത് ലിറ്റററി പ്രോബ്ലംസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ അറ്റൻഷൻ കൂടുതൽ കിട്ടിയതും പോയറ്റിക്സിനാണ്. അടുത്ത ടോപ്പിക്ക് നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് പോയട്രി. അതിൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയറ്റിക്സ് ഒരു റൂൾ ബുക്ക് അല്ല എന്നാണ്. അതായത് ഒരുപാട് റൂൾസ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല പോയറ്റിക്സിൽ പറയുന്നത്. ഇതിൽ പോയട്രി എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുകൂടി അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. റിയൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങളും അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഇമാജിനേഷൻസ് അല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ച് നോക്കാം. അതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ ലിറ്ററേച്ചറിനെ വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രീക്ക് ലിറ്റററി വർക്ക്സ് അനലൈസ് ചെയ്തിട്ടും പഠിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ വിശ്വസിക്കുന്നത് ലിറ്ററേച്ചർ കോമൺ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ്. അത് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ മാത്രമല്ല, എല്ലാ കൺട്രിയിലുള്ളവർക്കും എല്ലാ പീരീഡിൽ ജീവിക്കുന്നവർക്കും അപ്ലൈഡ് ആണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ലിറ്ററേച്ചർ വർക്ക്സ് ഇൻ എ ലോജിക് ആൻഡ് യൂണിവേഴ്സൽ വേ എന്നാണ്. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ കുറിച്ചിട്ട് ഡ്രൈഡൻ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് ഹി ഹാഡ് സീൻ ഇംഗ്ലീഷ് ട്രാജഡീസ് ഹി മൈറ്റ് ഹാവ് ചേഞ്ച്ഡ് സം ഓഫ് ഹിസ് ഐഡിയാസ്. ഇനി നമുക്ക് പ്ലാൻ ഓൺ പോയറ്റിക്സ് നോക്കാം. പോയറ്റിക്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ട്രീറ്റീസ് ഓഫ് അബൌട്ട് 50 pages. അതിൽ 50 പേജുകളാണുള്ളത്. അതിൽ 26 സ്മോൾ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. പിന്നെ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, ബട്ട് അത് ലോസ്റ്റായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പോയറ്റിക്സ് കംപ്ലീറ്റഡ് അല്ല. അതിൻ്റെ ഒരുപാട് ടെക്സ്റ്റ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അതൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് ഉള്ളത്. ബട്ട് ഇറ്റ്സ് ലോസ്റ്റ്. സോ പോയറ്റിക്സ് ഈസ് ഇൻകംപ്ലീറ്റ്. അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, പോയറ്റിക്സ് 26 സ്മോൾ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ചാപ്റ്റർ 1 to 4 വരെ ഡീൽസ് വിത്ത് പോയട്രി, എപ്പിക് ആൻഡ് കോമഡി. അത് പോയട്രി, എപ്പിക്, കോമഡി ഇത് മാത്രമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. പിന്നെ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് ട്രാജഡി മാത്രമാണ് അതിൽ ഡീൽ ചെയ്യുന്നത്, എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രാജഡി. പിന്നെ ചാപ്റ്റർ 6 to 19 ആണ് അടുത്തത്. അത് എക്സ്പ്ലെയിൻസ് ട്രാജഡി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ട്രാജഡീനെ വളരെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് ചാപ്റ്റർ 6 to 19 എന്ന് പറയുന്നത്. ചാപ്റ്റർ 20 to 22 ഡീൽസ് വിത്ത് പോയറ്റിക് ഡിക്ഷൻ, അതായത് ലാംഗ്വേജ്, വൊക്കാബുലറി, എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ടാണ് ചാപ്റ്റർ 20 to 22. ചാപ്റ്റർ 23 and 24 2 ചാപ്റ്റേഴ്സ് അത് എപ്പിക് പോയട്രി ആയിട്ട് മാത്രം ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് എപ്പിക് ഡ്രാമയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത് അതൊക്കെയാണ് ചാപ്റ്റർ 23 and 24 ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 25 എപ്പിക് പോയട്രിയും ട്രാജഡിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കാണാൻ പറ്റുന്നത്. അത് തമ്മിലുള്ള സിമിലാരിറ്റീസ്, അതുപോലെ ഡിഫറൻസ് അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ ചാപ്റ്റർ 26 പോയട്രീനെ കുറിച്ച് മൊത്തത്തിലായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് അരിസ്റ്റോട്ടിൽസ് വ്യൂസ് ഓൺ പോയറ്റിക് ഫോംസ്. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയട്രി, എപ്പിക്, കോമഡി ഇതൊക്കെ ഒരു പോയറ്റിക് ഫോമാണ്. അതുകൊണ്ട് തന്നെ അവരെ സിസ്റ്റർ ആർട്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ വിളിക്കുന്നത്. അതേപോലെ അരിസ്റ്റോട്ടിൽ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കഷൻ ഓഫ് ട്രാജഡീസ് ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് റെഫറിങ് ടു ഇറ്റ്സ് റിലേറ്റഡ് ഫോംസ് എന്നാണ്. അതായത് ഒരു ട്രാജഡീൻ്റെ ഡിസ്കഷൻ അതിൻ്റെ റിലേറ്റഡ് ഫോമായിട്ടുള്ള എപ്പിക്, കോമഡി, അതുപോലെ തന്നെ പോയട്രി ഇതൊന്നുമായിട്ട് റെഫർ ചെയ്യാതെ അതിൻ്റെ ഡിസ്കഷൻ, അതായത് ട്രാജഡി ഡിസ്കഷൻ എന്ന് പറയുന്നത് അത് ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് അരിസ്റ്റോട്ടിൽ വിശ്വസിക്കുന്നത്. അടുത്തത് അരിസ്റ്റോട്ടിൽസ് ഒബ്സർവേഷൻസ് ഓൺ പോയട്രി. പോയട്രിയിലുള്ള അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷൻസ് 3 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ്സ് നേച്ചർ, സെക്കൻഡ് വൺ ഇറ്റ്സ് ഫങ്ഷൻസ്, മൂന്നാമത്തത് ഇറ്റ്സ് ഇമോഷണൽ അപ്പീൽ. അതിൽ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം, ഇറ്റ്സ് നേച്ചർ.
അതിൻ്റെ നേച്ചറിൽ ഫസ്റ്റായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയറ്റ് ആസ് ഇമിറ്റേറ്റർ എന്നാണ്. ഒരു പോയറ്റ് ഇമിറ്റേറ്റർ ആണ് എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ ഐഡിയ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. പോയറ്റ് എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പെയിൻറ്റർ ഒരു റിയൽ ഇമേജ് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് പോയറ്റ് ഒരു റിയൽ ആയ കാര്യത്തിനെയാണ് ഒരു പോയമിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഒരു റിയൽ ആയിട്ടുള്ള കാര്യം വേറെയുണ്ട്, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് പോയറ്റ് എപ്പോഴും ചെയ്യുന്നത്. This means poetry represents life, actions and people just like other arts. ഈ ഇമിറ്റേഷനെ കുറിച്ചിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് തിങ്സ് ആസ് ദേ വെയർ ഓർ ആർ, തിങ്സ് ആസ് ദേ ആർ സെഡ് ഓർ തോട്ട് ടു ബി, തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. അടുത്തത് നാച്ചുറൽ ഹ്യൂമൻ പ്ലഷർ ഇൻ ഇമിറ്റേഷൻ. ഇമിറ്റേഷനിലുള്ള ഹ്യൂമൻ പ്ലഷറിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയുന്നത്. ഇതിൽ അരിസ്റ്റോട്ടിൽ തൻ്റെ ട്യൂട്ടറായ പ്ലേറ്റോയുടെ ഐഡിയയോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇമിറ്റേഷനിലൂടെ ഹ്യൂമൻ ബീങ്സിന് ഒരു പ്ലഷർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അരിസ്റ്റോട്ടിലും അതിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലഷർ ഇൻ ഇമിറ്റേഷനാണ് ഹ്യൂമൻസും ആനിമൽസും തമ്മിലുള്ള കീ ഡിഫറൻസ്. അതായത് ഹ്യൂമൻസിന് ഇമിറ്റേഷനിലൂടെ ഒരു പ്ലഷർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും, പക്ഷേ ആനിമൽസിന് അതിലൂടെ ഒരു പ്ലഷർ ഉണ്ടാവില്ല. ഇമിറ്റേഷനിലൂടെയാണ് കുട്ടികൾ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ ഒരു പോയറ്റിനെയും ഒരു ആർട്ടിസ്റ്റിനെയും ഒരു വളർന്നു വരുന്ന കുട്ടിയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വളർന്നു വരുന്ന കുട്ടി ഇമിറ്റേഷനിൽ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റും ഒരു പോയറ്റും അവരുടെ വർക്കുകളിൽ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്. അടുത്തത് ഇൻസ്റ്റിക്റ്റ് ഓഫ് റൈം. ഇൻസ്റ്റിക്റ്റ് ഓഫ് റൈം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് റൈമിനോടും റിതമിനോടും അതുപോലെയുള്ള മ്യൂസിക്കൽ സൗണ്ട്സിനോടൊക്കെയുള്ള നാച്ചുറൽ ലവാണ് സൂചിപ്പിക്കുന്നത്. ചൈൽഡ്ഹുഡ് മുതലേ ആളുകൾക്ക് ഒരു ലവ് ഉള്ളതാണ്. അതായത് ചൈൽഡ്ഹുഡ് മുതലേ ആളുകൾ ജനിക്കുമ്പോൾ മുതലേ അവർക്ക് മ്യൂസിക്കൽ സൗണ്ട്സിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം ബിക്കോസ് ഓഫ് ദിസ് ഇൻസ്റ്റിക്റ്റ് ഹ്യൂമൻ ബിഗാൻ ടു ക്രിയേറ്റ് പോയട്രി ഇൻ വേഴ്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇമിറ്റേഷൻ പോലെ തന്നെ പ്ലഷർ തരുന്ന വേറൊരു കാര്യമാണ് റിതമും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അടുത്തത് പോയട്രി ഈസ് നോട്ട് അൺറിയൽ. പോയട്രി ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതായത് ഒരു റിയാലിറ്റിയുടെ കോപ്പിയാണ് പോയട്രി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ അതിനെ റിജക്റ്റ് ചെയ്യാണ്. അരിസ്റ്റോട്ടിൽ പറയാണ് പോയട്രി ഈസ് കോപ്പി ബട്ട് ഇറ്റ് ഈസ് റിയൽ. അതൊരു കോപ്പിയാണ്, പക്ഷെ അത് റിയലാണ്. ഇറ്റ് റിവീൽസ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഹിസ്റ്ററി വേഴ്സസ് പോയട്രി. അരിസ്റ്റോട്ടിൽ പോയട്രിയെയും ഹിസ്റ്ററിയെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുകയാണ് ഹിസ്റ്ററിയിൽ ടെൽസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണോ നടന്നത് അതാണ് ഹിസ്റ്ററിയിൽ പറയുക. പക്ഷേ പോയട്രിയിൽ എന്ത് നടക്കും, ഒരു പോസിബിലിറ്റി, പ്രോബബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോയട്രിയിൽ പറയുന്നത്. പോയട്രി ഈസ് മോർ ഫിലോസഫിക്കൽ ആൻഡ് ഹയർ ദാൻ ഹിസ്റ്ററി because poetry expresses the universal while history deals with the particular. അതായത് poetry talks about universal but history is a particular. poetry യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതോടെ ഇറ്റ്സ് നേച്ചർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് നേച്ചർ എഴുതുമ്പോൾ നമ്മൾ ഈ സബ് ഹെഡിങ്സ് ഒക്കെ എഴുതിയിട്ട് എഴുതണം. അടുത്തത് ഇറ്റ്സ് ഫങ്ഷൻ. പ്ലഷർ ആസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി. പ്ലഷറാണ് മെയിൻ ഫങ്ഷൻ ഓഫ് പോയട്രി എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത് അരിസ്റ്റോട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ പോയറ്റിക്സിൽ പല സ്ഥലത്തും നമുക്ക് ഈ ഫങ്ഷൻ പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയട്രി ഗീവ്സ് പ്ലഷർ ടു ബോത്ത് പോയറ്റ് ആൻഡ് റീഡർ. അതായത് പോയട്രി റൈസ് ചെയ്യുന്നത് രണ്ട് നാച്ചുറൽ ഇൻസ്റ്റിക്റ്റിലൂടെയാണെന്നാണ് ഫസ്റ്റേ നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് ഇമിറ്റേഷൻ, രണ്ടാമത്താണ് റിതം. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ഇൻസ്റ്റിക്ട്സ് ഗീവ് പ്ലഷർ. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ നേച്ചർ നോക്കിയപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് പോയട്രി പ്ലീസസ് ദി പോയറ്റ് ആൻഡ് ദ റിസൾട്ട് ഓഫ് പോയട്രി ഷുഡ് പ്ലീസസ് ദി റീഡർ. അടുത്തതായിട്ട് അരിസ്റ്റോട്ടിൽ പറയുകയാണ് ടീച്ചിങ് ഈസ് നോട്ട് ദി മെയിൻ ഫങ്ഷൻ. ടീച്ചിങ് അല്ല മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ടീച്ചിങ് ആയിരുന്നു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റോ സെയ്ഡ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി ഈസ് ടു ടീച്ച്. പക്ഷേ അരിസ്റ്റോട്ടിൽ സെയ്ഡ് പോയട്രി ഈസ് നോട്ട് ടു ടീച്ച്, ഇറ്റ് ഈസ് ടു ഗീവ് പ്ലഷർ. അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഒപ്പീനിയനിൽ പ്ലഷർ തരാൻ വേണ്ടിയിട്ടാണ് പോയട്രി ഉള്ളത്. പ്ലഷർ ഈസ് സ്പിരിച്വൽ, വി ക്യാൻ എൻജോയ് ഇറ്റ്, ബട്ട് ടീച്ചിങ് ഈസ് ദ നോട്ട് മെയിൻ ഫങ്ഷൻ. ടീച്ചിങ് ഒരു ഫങ്ഷനാണ്, പക്ഷെ അതൊരു മെയിൻ ഫങ്ഷൻ അല്ല. ഇൻസിഡൻ്റലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻ ഓഫ് ദ പോയട്രി ഈസ് ടു ഗീവ് പ്ലഷർ. അടുത്തതായിട്ട് അതിൻ്റെ ഇമോഷണൽ അപ്പീലിനെ കുറിച്ചാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറയുകയാണ്
പോയട്രി മേക്സ് ആൻ ഇമ്മീഡിയറ്റ് ഇമോഷണൽ അപ്പീൽ. അതായത് പ്ലേറ്റോ പറഞ്ഞതുപോലെ തന്നെ പോയട്രി മേക്സ് ആൻ ഇമ്മീഡിയറ്റ് ഇമോഷണൽ അപ്പീൽ. അതായത് ഒരു ഇമോഷണൽ അഫക്റ്റ് ആളുകളിൽ പോയട്രി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എസ്പെഷ്യലി ട്രാജഡി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ട്രാജഡിയിൽ നിന്ന് ഭയങ്കര ഒരു ഇമോഷണൽ അഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ട്രാജഡി അറൗസസ് പിറ്റി ആൻഡ് ഫിയർ. അതായത് ട്രാജഡി ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന 2 ഫീലിങ്സാണ്. ഒന്ന് പിറ്റി, രണ്ടാമത്തെ ഫിയർ. പിറ്റി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ സഫറിങ്സ് ഒക്കെ കാണുമ്പോൾ ഹ്യൂമൻസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പിറ്റി. ഫിയർ എന്ന് പറയുമ്പോൾ ഹീറോയുടെ വേഴ്സ്റ്റ് ഫേറ്റ് കാണുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു പേടി. ഈ 2 ഇമോഷൻസാണ് സെൻട്രൽ ടു ദ ട്രാജിക് എക്സ്പീരിയൻസ്. ട്രാജിക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള 2 ഇമോഷൻസാണ് ഈ പിറ്റിയും ഫിയറും. പിന്നെ പ്ലാറ്റോ പറയുന്നത് ഈ ഇമോഷൻസ് ഡേഞ്ചറസും ഹാംഫുള്ളാണ്. അതായത് ഒരു ഹ്യൂമൻ മൈൻഡിന് ഇത് ഭയങ്കര ഹാംഫുള്ളാണ് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മച്ച് പിറ്റി ഓർ ഫിയർ വീക്കൻസ് ദി സോൾ. നമ്മുടെ സോളിനെ വീക്കൺ ചെയ്യും ടു മച്ച് ഓഫ് പിറ്റി ഓർ ഫിയർ എന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. ബട്ട് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അരിസ്റ്റോട്ടൽ അങ്ങനത്തെ ഫിയർ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് പിറ്റിയും ഫിയറും ഹാംഫുള്ളാണ് എന്നൊരു ചിന്തയെ അരിസ്റ്റോട്ടലിന് ഉണ്ടായിട്ടില്ല. അരിസ്റ്റോട്ടൽ പറയുന്നത് അത് ഭയങ്കര ഹെൽത്തിയാണ്, അത് ഇമോഷൻസിന് ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് പിറ്റിയും ഫിയറും എന്നാണ് പറയുന്നത്. അത് മൈൻഡിൻ്റെ ഒരു ഹെൽത്തി ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അരിസ്റ്റോട്ടൽ പറയുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ കത്താർസിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പ്യൂരിഫിക്കേഷൻ എന്നാണ് ഈ കത്താർസിസ് എന്ന വേർഡിൻ്റെ മീനിങ്. അതായത് നമ്മൾ ഈ ട്രാജഡി കാണുമ്പോഴുള്ള പിറ്റിയും ഫിയറും ഒക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാണ്. അതായത് കത്താർസിസ് ആണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളൊരു ട്രാജഡി കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് പെർഗേഷൻ ഓർ കത്താർസിസ് ആണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നമ്മളൊരു ഒരു ട്രാജിക് സഫറിങ് കാണുന്ന സമയത്ത് നമ്മൾ പിറ്റി ഓർ ഫിയർ നമ്മൾ എന്താക്കും, റിലീസ് ചെയ്യും. അപ്പോൾ അതിലൂടെ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്ത് ക്ലെൻസ് ചെയ്ത് സോളിൻ്റെ ഡിസ്റ്റർബിങ് ഇമോഷൻസൊക്കെ പോയി നല്ല ക്ലെൻസായി വരികയാണ് എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ വ്യൂ. ഇതിനെയാണ് നമ്മൾ കത്താർസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി അരിസ്റ്റോട്ടിൽ പറയുകയാണ് ഇമോഷണൽ അപ്പീൽ ഈസ് ബെനിഫിഷ്യൽ. അതായത് ഈ ഫിയർ ഓർ പിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ബെനിഫിഷ്യലാണ്. അത് നമ്മളെ ഹീൽ ചെയ്യും, പ്ലഷറബിളാണ്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക്കലി സാറ്റിസ്ഫൈയിങ് ആണ് എന്നുകൂടി അരിസ്റ്റോട്ടിൽ പറയുകയാണ്. ട്രാജഡി ടേൺസ് പെയിൻഫുൾ ഇമോഷൻസ് ഇൻറ്റു ആസ്തറ്റിക് എൻജോയ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് ഈ ഇമോഷണൽ അപ്പീൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇത് അരിസ്റ്റോട്ടലിൻ്റെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.